അപ്പൊ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അവനാലല്ലോ വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചോണേ, വീണ്ടെടുപ്പ് നാളിൽ എടുക്കപ്പെടുവാൻ ഇടയായിത്തീരുന്നവര് ആര് എന്ന് ചിന്തിക്കുമ്പോൾ, അഥവാ കർത്താവായ യേശുവിന്റെ മധ്യകാസ്വരം കേൾക്കുവാൻ കഴിവുള്ളവര് ആര് എന്ന് ചിന്തിക്കുമ്പോൾ, ആ കൂട്ടരുടെ പ്രത്യേകതയാണ് ദൈവത്തിന്റെ ആത്മാവ് അവരുടെ ഉള്ളിൽ വസിക്കുന്നവര്. അവര് ജീവിച്ചിരുന്നാലും മരിച്ചാലും കുഴപ്പമില്ല. പക്ഷേ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്വരം അവർക്ക് കേൾക്കുവാൻ സാധിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഒന്നാമത്തെ ഭാഗമെന്ന് പറയുന്നത്, ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. ദൈവത്തിന്റെ ആത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ദുഃഖിപ്പിച്ചാൽ എന്ത് സംഭവിക്കും? ദൈവത്തിന്റെ ആത്മാവ് നമ്മെ വിട്ട് മാറ്റപ്പെടും. നിങ്ങൾ മക്കളാകൊണ്ട് എന്നിട്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവ്. ആരാ അബ്ബാ പിതാവേ എന്ന് വിളിച്ചേ? കർത്താവായ യേശു. എന്നിട്ട് ദൈവത്തിന്റെ ദാസൻ പറയുകയാണ്, ആ ആത്മാവിനെ എന്റെ ഉള്ളില് അയച്ചു വന്നു. എനിക്കും നിങ്ങൾക്കും ലഭിച്ചതായിരിക്കുന്ന ഭാഗ്യമായിരിക്കുന്ന വലിയ പദവി, ദ സെയിം സ്പിരിറ്റ്, കർത്താവായ യേശുവിൽ വ്യാപരിച്ചതായിരിക്കുന്ന അതേ ആത്മാവ്, തത്വത്തിൽ മൂന്നാം ആളത്വമാകുന്ന അതേ പരിശുദ്ധാത്മാവ് എന്നിലും നിങ്ങളിലും ദൈവം പകരുവാൻ ദൈവത്തിന് മനസ്സ് വന്നു എന്നുള്ളത് എത്ര ശ്രേഷ്ഠമായിരിക്കുന്ന കാര്യമാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം.